ഉപമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ ഡോക്ടർ അബ്ദുള്ള സെയ്ദ് അൽ ഹാരിബ് ദുബായ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ പണ്ഡിതന്മാർ അലിക്കുട്ടി മുസ്ലിയാർ, ബാപ്പു മുസ്ലിയാർ തുടങ്ങി, ബഹുമാനായ ശൈഖുന മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി ഇവിടെയുള്ള പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഇന്ന് ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ആലിമീങ്ങളെ, ഇവിടെ നിന്ന് പുറത്തു വരുന്ന പൈസിമാർ, നാട്ടുകാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വളരെ വലിയ ഉപദേശങ്ങളാണ് ഇന്ന് ഇവിടെ ഈ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിവന്ദനായ നമ്മുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ചരിത്രവും അതിൻ്റെ ആവിർഭാവവും അതുപോലെ തന്നെ അത് ഈ രാജ്യത്ത് ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഹ്രസ്വമായി ഇവിടെ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ബഹുമാനായ അധ്യക്ഷൻ വളരെ അർത്ഥവത്തായ ഉപദേശം ഇന്നത്തെ ലോകത്ത് ഇന്ന് ഉത്ഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ മുഴുവൻ ടച്ച് ചെയ്തുകൊണ്ട്, അതിനെ മുഴുവൻ പരാമർശിച്ചുകൊണ്ട് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ബഹുമാനായ പാണക്കാട് സെയ്ദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇവിടെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടു. അതായത് മതസൗഹാർദ്ദമാണ്, മതങ്ങൾ തമ്മിലുള്ള രമ്യതയാണ് ലോകത്ത് ഇന്ന് ആവശ്യം. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ രീതിയും. അതല്ലാത്തതൊന്നും ഇസ്ലാമികമായ രീതികളല്ല. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന തീവ്രവാദ പ്രശ്നവും അതിനെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രശ്നവും അതിനെ തുടർന്നുണ്ടായ മനുഷ്യനഭിമുഖീകരിക്കുന്ന വമ്പിച്ച ദുരന്തവും, പിഞ്ചു പൈതൽ കടലോരത്ത് മൂക്കുകുത്തി കിടക്കുന്ന കാഴ്ച കണ്ട് ലോക മനസാക്ഷി ഞെട്ടിയതും ഒക്കെ ഇന്ന് ഈ വേദിയിൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രസംഗത്തിൽ, ബഹുമാനായ അധ്യക്ഷൻ്റെ പ്രസംഗത്തിൽ ഇവിടെ പറയുകയുണ്ടായി. വളരെ കലുഷിതമായ, വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഈ പൈസിമാർ, ഈ യുവാക്കൾ ഇറങ്ങുന്നത്. അതിനെ ത്രാണിയോടെ നേരിടാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം എന്ന് അവരെ ഉപദേശിക്കുകയുമുണ്ടായി. ഒരുപാട് വാർത്താ മാധ്യമ പ്രതിനിധികളും അതുപോലെ തന്നെ ചാനലുകളുമൊക്കെ ഇത് ഇവിടെ കേൾക്കുന്നുണ്ട്. ലോകത്തിന് തന്നെ എന്ത് സന്ദേശമാണ് ഇവിടെ ഈ ലീഡർഷിപ്പ്, ഈ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ സാരഥ്യത്തിൽ, പാണക്കാട് തങ്ങന്മാരുടെ സാരഥ്യത്തിൽ ഈ പണ്ഡിതന്മാരും കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷങ്ങളായി നടക്കുന്ന ഈ കലാലയത്തിൻ്റെ, ഈ വമ്പിച്ച ഈ മതധർമ്മ സ്ഥാപനത്തിൻ്റെ, ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ ഡോക്ടർ അബ്ദുള്ള സെയ്ദ് അൽ ഹാരിബ് ഇവിടെ പറഞ്ഞു. I want really to appreciate him for his good words. On behalf of the government, I would like to express the gratitude of the people of this country. The words you said, the good words you said there about our people of India and the people who are living in your country, and the way they are behaving, and everything, all the good things you said about our people in your nation. Not only that, it is a very, very important declaration, a very, very important pronouncement that all the media will carry that
Islam has nothing to do with terrorism. That is the word that you said. Our people, the plural society of this country definitely would like to hear that. The message that contains in your inaugural speech is very, very important. That suits the ideology of Pattikad Jamia Nooria Arabic College. I want to express the gratitude of the government of Kerala for the good words and the good campaign that you, the momentum you gave to the Islamic ideology. നമ്മുടെ ഈ സമയത്ത് അദ്ദേഹം ഇവിടെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റാണ്. തങ്ങളുടെ പ്രസംഗവും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗവും സ്വാഗത പ്രസംഗം അതിനെ തുടർന്നുള്ള പ്രസംഗങ്ങളിലും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദം, ഇസ്ലാമിൽ നിന്ന് വഴിവിട്ടു പോകുന്ന മറ്റു ചില പാശ്ചാത്യവൽക്കരണം, അതൊന്നും തമ്മിൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. പരമ്പരാഗതമായ ഇസ്ലാമികമായ രീതി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ആ പരമ്പരാഗതമായ ഇസ്ലാമിക രീതി മനുഷ്യ സ്നേഹമാണ്, കാരുണ്യമാണ്. ഈമാൻ്റെ വഴി അതാണ്, ദീനിൻ്റെ വഴി അതാണ്. അതാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്ന് സ്വന്തം കാലിൽ നിന്ന് സമൂഹത്തെ അഡ്രസ് ചെയ്യാൻ, സമൂഹത്തോട് പ്രസംഗിക്കാൻ, അവരെ നയിക്കാനുള്ള കെൽപ്പുള്ള പണ്ഡിതന്മാരായി, പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള പ്രചരണന്മാരായി ഞങ്ങൾ ഇവരെ സമൂഹത്തിലേക്ക് അയക്കുന്നത് എന്ന് തങ്ങൾ പറഞ്ഞതും, അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ലോകത്തിന് കൊടുത്ത മെസ്സേജുമൊക്കെ വളരെ പ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഈ രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്, ഈ രാജ്യത്ത് എല്ലാം മതം തന്നെ തീവ്രവാദമാണ്, മതം വർഗീയതയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയും ഏറ്റവും വലിയ സന്ദേശവുമാണ് ഇവിടെ നടന്ന പ്രസംഗങ്ങളൊക്കെ. ഇനി സന്നദ്ധാനമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റേതായ ഒരു അഡ്വൈസ് ഇനി ആവശ്യമില്ല, എൻ്റേതായ ഒരു പ്രസംഗം തന്നെ ആവശ്യമില്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസം തൊട്ട് തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ എല്ലാ വാർഷിക സമ്മേളനം ഒന്നോ രണ്ടോ വല്ല കാരണത്താലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാ കൊല്ലത്തിലും ഞാനിവിടെ ഈ വേദിയിലുണ്ട്, സംസാരിക്കുന്നുണ്ട്. വർഷം തന്നെ കടന്നുപോയി, ഒരു വർഷം ഇന്നലെ കഴിഞ്ഞ മാതിരിയാണ് കഴിഞ്ഞ പട്ടിക്കാട് സമ്മേളനം. കൊല്ലം തന്നെ തീർന്നു പോകുന്നത് ചിലപ്പോൾ ഈ സമ്മേളനത്തിൽ പിന്നെ ഒരു പട്ടിക്കാട് സമ്മേളനം വന്നോ എന്ന് അറിയുമ്പോഴാണ്. മനുഷ്യൻ്റെ ആയുസ് അത്രമാത്രം ഹ്രസ്വമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ ദീനി വിജ്ഞാനം പരത്താൻ നോക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കുന്നു, മതസൗഹാർദ്ദം നിലനിർത്താൻ നോക്കുന്നു. മഹല്ലുകളിലൊക്കെ നാട്ടുംപുറത്തൊക്കെ സമൂഹത്തെ ചെറുപ്പക്കാരെയൊക്കെ ഉപദേശിച്ച് വല്ലാതെ വഴിവെറ്റി പോവാതെ ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുപോകാൻ കൊല്ലം ഇവിടെ നിന്നൊരു സംഘം ആളുകളെ, ഒരു സംഘം യുവാക്കളെ പറഞ്ഞയക്കുന്നു എന്നുള്ള മഹൽ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അതിനെല്ലാവിധ അനുഗ്രഹവും അതുപോലെ തന്നെ കരുത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.